ആക്ടിങ് എന്നൊക്കെ പറയുന്ന വട്ടൊക്കെ കുറച്ചൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു അതിന് പറ്റിയൊരു ക്യാരക്ടറും കൂടെയായിരുന്നു. ബ്രേക്ക് ത്രൂ ആണോ അല്ലയോ എന്ന് പടം ഇറങ്ങുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈഫിൽ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. അതെല്ലാം പടത്തിന് 90% ഫൈറ്റ്. ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങള് സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 4 കാലിൽ ഓടി നടക്കുന്നത് ട്രെയിലർ നോക്കിയത് ഫസ്റ്റ് ദിവസം ഞങ്ങൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പടം വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ നമ്മൾ കണ്ട പടം എന്നുള്ള ഒരു അത് ഭയങ്കര നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ട്. மேக்கப் கலைக்க முடியாது, அது கலைக்கிறதுக்கு 2 hours ஆயிடும் டோட்டலா. அந்த தண்ணி black கலர்ல, you can see that water is தார் மாதிரி black கலர்ல இருக்கும். ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു കൊച്ചി മീഡിയ ഗ്രൂപ്പ്. എക്സിറ്റ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സിനിമയുടെ ഫുൾ ക്രൂ നമ്മുടെ കൂടെ ഉണ്ട്. വിശേഷങ്ങൾ അവരോടും ചോദിച്ചറിയാം. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നല്ലേ? എക്സിറ്റ് ആണല്ലോ പുതിയ വിശേഷം. വൈശാഖേട്ടൻ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഒരു 2018 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഗ്യാപ്പ് ഇട്ട് കാണുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വന്നു. യെസ്, ആ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ടെടുത്തൊരു ഗ്യാപ്പായിരുന്നു. ഞാനും ഗണേഷും ആനന്ദമൊക്കെ ഡയറക്റ്റ് ചെയ്ത് ഗണേശാണ് ഞാനും കൂടെ ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി. പിന്നെ വരുന്ന പടങ്ങളിൽ കുറച്ചും കൂടി സെലക്റ്റീവ് ആവുമെന്ന് വിചാരിച്ച് എടുത്തൊരു ഗ്യാപ്പായിരുന്നു. പിന്നെ കോവിഡ് സംഭവിച്ചു. അതെനിക്ക് അത് അങ്ങ് പോയി കിട്ടി. അതെ, അങ്ങനെ പോയി കിട്ടി. അപ്പോൾ എപ്പോഴും സെലക്റ്റീവായിട്ടൊരു ക്യാരക്ടർ ഇനിയൊരു വരുവാണെങ്കിൽ ഇന്ന പോലത്തെ ഒരു വരവായിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം. എങ്ങനെയൊക്കെയോ ആ മാനിഫെസ്റ്റേഷൻ നടന്നു. അങ്ങനെയാണ് ഷാനു വന്ന് കഥ പറയുന്നതും ഒക്കെ. അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് നടന്നൊരു കാലത്തിലാണ് ഷാനു വന്ന് ഇങ്ങനെ കഥ പറയുന്നതും. ഇങ്ങനത്തെ ഒരു സാധനം കേട്ടപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കാം എന്ന് തോന്നിയത്. എന്തായാലും ഇവിടെ വരെ എത്തി, ഇനി റിലീസിന് നിൽക്കുകയാണല്ലേ? അതെ അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷാനു ബ്രോ നമസ്കാരം. അപ്പോൾ ഫസ്റ്റ് ഫിലിമാണ്, ഇങ്ങനൊരു ജോണർ എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം എന്താണ്? ആക്ച്വലി എനിക്ക് ഈ ഗ്രീൻ പരിപാടി കുറച്ച് ഭയങ്കരമായിട്ട് കണക്ട് ആവാറില്ല. നമ്മൾ കാണുന്ന ഫിലിംസ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ചുകൂടി ഫേവറേറ്റ് കാണുന്ന ജോണേഴ്സ് കുറച്ച് ഈ ടൈപ്സിലാണ്. കുറച്ചുകൂടെ ഡാർക്ക് ആണോ? കുറച്ച് ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് മാറി നിൽക്കണം. പിന്നെ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ വല്ലാത്ത സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആടുജീവിതം, ഇപ്പോ മലയക്കോട്ടെ വാലിബൻ, ബ്രഹ്മയുഗം, ഇങ്ങനെയുള്ള ഒരുപാട് സീനിയേഴ്സ് എല്ലാവരും ഗംഭീര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴത്തുനിന്ന് നമ്മൾ കയറി വരുമ്പോഴും നമ്മൾ അവരുടെ കൂടെ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് പൊക്കി അപ്പുറത്ത് കൊണ്ടുപോകാന്നുള്ളൊരു ഇതുണ്ട്. നമുക്ക് നോക്കാം. എക്സിറ്റ് എങ്ങനത്തെ ഒരു ജോണർ ഫിലിമാണത്? എക്സിറ്റ് പക്ക സർവൈവൽ ആക്ഷൻ വയലൻസ്. പക്ക വയലൻസ് ആണ്. വയലൻസ് പ്ലാൻ ചെയ്ത് ഇതിന് വയലൻസ് നീഡഡ് ആയതുകൊണ്ട് മാത്രം വയലൻസ് ഉള്ളതാണ്. അല്ലാണ്ട് നമ്മളൊരു വയലൻസ് വേണം എന്ന് പറഞ്ഞ് ചെയ്തൊരു സാധനം. ഈ ക്യാരക്ടർ അങ്ങനെയാണ്, അതിൽ വരുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും അതുപോലെയാണ്. അപ്പോൾ സോ വയലൻസ് നീഡഡ് ആണ്. നമ്മുടെ ഈ എക്സിറ്റ് എന്ന സിനിമയിൽ വൈശാഖനെ എങ്ങനെയാണ് കണ്ടത്? ഇങ്ങനെ ഒരു കഥാപാത്രം വിശാഖ്. അപ്പോൾ ഈ എക്സിറ്റ് എന്ന സിനിമയിൽ വിശാഖനെ എങ്ങനെയാണ് കണ്ടത്? കാരണം ഒരു പാവം പിടിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ആനന്ദത്തിലെ കുപ്പി, അത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇങ്ങനെ ഒരാൾ എപ്പോഴും ഉണ്ടാവും, ഒന്ന് പെട്ടെന്ന് കണക്ട് ആവും. അങ്ങനെ ഒരാളിൽ ഇങ്ങനൊരു കഥാപാത്രം എങ്ങനെയാണ് കണ്ടത്? ആക്ച്വലി ഞാൻ കുറച്ച് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിന് എനിക്ക് മെയിൻലി ഫിസിക്ക് ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു 25 കൊല്ലമായിട്ട് ഇങ്ങനെ കുറച്ചൊരു പിന്നെ റൗട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അവർ പൊതുവെ അവരൊരു ഫിസിക്ക് കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ മെയിനായിട്ട് വിഷയം കൂടെ കണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട്സിന്റെ പിക്സ് കണ്ടു. അതിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസും കാര്യങ്ങളും വിയേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കറിയാം പക്കാ വിയേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാനൊന്ന് നോക്കി ആ ഒരു രീതിക്ക് ചൂസ് ചെയ്തതാണ്. വിശാഖേട്ട അത് തന്നെയാണോ കഥ കേട്ടപ്പോഴും? ഓ ഡെഫിനറ്റ്ലി. കാരണം ഷാനു വന്ന് കഥ പറയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം പുള്ളി വന്ന് കഥ പറഞ്ഞപ്പോൾ ബൗണ്ട് സ്ക്രിപ്റ്റും ക്യാരക്ടറിൻ്റെ ഒരു പെൻസിൽ സ്കെച്ച്, ഒരു ചാക്കോൾ സ്കെച്ചൊക്കെ വെച്ചാണ് അവൻ കഥ പറയുന്നത്. അപ്പോൾ അന്ന് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വലിയ ബഡ്ജറ്റുള്ളൊരു പടമല്ല, പക്ഷെ ഭയങ്കര ആംബിഷ്യസ് ആണ്. ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. പക്ഷേ ഷാനുവിൻ്റെ ആ പ്രിപ്പയർനെസ്സും ആ കോൺഫിഡൻസും കോൺവിക്ഷനും കണ്ടപ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഓക്കെ ഇതെന്തായാലും നമുക്ക് ചെയ്യാം, രണ്ടും കൽപ്പിച്ച് അങ്ങ് എടുത്ത് ചാടാമെന്ന് തോന്നിയത് അതുകൊണ്ടാണ്. കരിയറിലൊരു ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തോ? ബ്രേക്ക് ത്രൂ ആണോ അല്ലയോ എന്ന് പടം ഇറങ്ങുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആസ് എൻ ആക്ടർ എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈഫിൽ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. അത്രയും ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടർ തന്നെയായിരുന്നു. അത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നു. അത്രയും അധികം മറ്റേ നമ്മൾ ഈ മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയുന്ന വട്ടൊക്കെ കുറച്ചൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു അതിന് പറ്റിയൊരു ക്യാരക്ടറും കൂടെയായിരുന്നു. അല്ലാണ്ട് ഇത് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര നല്ലൊരു രസമുള്ള ട്രിപ്പ് തന്നെയായിരുന്നു.
ശ്രീറാം, ഹായ് ബ്രോ. ഹായ്. ദിസ് ഈസ് ഫസ്റ്റ് ഫിലിം റൈറ്റ്? മലയാളത്തിലെ ഫസ്റ്റ് ഫിലിം. മലയാളം മനസ്സിലാവോ? മലയാളം മനസ്സിലാവും. ആകെ ഞാൻ പെട്ടിരിക്കുന്നു, എങ്ങനെ പറയാൻ. പക്ഷെ கொஞ்சம் സ്ലോ ആയിട്ടല്ലേ? ഇല്ലാട്ടി ഒന്നുമില്ല, ട്രാൻസ്ലേഷൻ ഇങ്ങനെ പോവാം. അപ്പോൾ കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉണ്ടോ ഫസ്റ്റ് മലയാളം മൂവി ഇത്ര ഒരു ക്രൂ ആയിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? இல்லை ஆல்ரெடி மலையாள க்ரூவோட ஒர்க் பண்ணியிருக்கேன். ஸோ பாபநாத் இது திருஷ்யத்தோட தமிழ் வெர்ஷன் இங்கே தான் ஷூட் பண்ணோம். ஸோ ஐ ஆல்ரெடி ஒர்க்ட் இன் மலையாளம் க்ரூ. ஸோ ஷூட்டிங் எக்ஸ்பீரியன்ஸ் எல்லாம் எப்படி இருக்கும் அப்படிங்கிறத ஐ ஆல்ரெடி எக்ஸ்பீரியன்ஸ்ட். பட் ஆஸ் அ ரிலீசிங் ஆஸ் அ மலையாள ஃபிலிம், நோ தட் இஸ் குவைட் ஐம் எக்ஸைட்டட். அதே மாதிரி இட்ஸ் அ தமிழ் மலையாளம் பை லாங்குவேஜ் மூவி as well as தமிழ்லையும் we have shooted and then மலையாளத்துலையும் we have shooted. இட்ஸ் லைக் இது இந்த படம் வந்து ஸ்பெசிஃபைடாக என்னோட கெரியரில் ஐ ஃபீல் சம்திங் இஸ் ஸ்பெஷல். ஏன்னா இதுக்கு முன்னாடி நடித்தது எல்லாமே ஒரு சைல்ட்ஹுட், ஒரு யங் ஏஜ்லேருந்து வி ஆர் ஆக்டிங். பட் ஒரு மெச்சூர்ட் ஸ்டேட்க்கு வந்ததுக்கப்புறம், ஒரு மெச்சூரிட்டி வந்ததுக்கப்புறம் நம்ம ஒரு படம் பண்ணுறோம். அந்த படமும் ஒரு ஆக்டிங் ஸ்கோப் உள்ள ஒரு பேஸ், ஒரு டிஃப்ரெண்ட்டான ஒரு ஜானர், பை லாங்குவேஜ், இப்படி நிறைய ஆஸ்பெக்ட்ஸ் இருக்குது. ஸோ இது எல்லாம் சேர்ந்து இருக்கும் போது மலையாளத்தில் என்னோட டெபியூ மூவி. ஸோ இதெல்லாம் சேர்ந்து இருக்கும் போது ஐ எம் குவைட் எக்ஸைட்டட். ഒരു പക്ക ചാലഞ്ചിങ് ആയിട്ടൊരു ഇതായിട്ട് ഫീൽ ചെയ്തു? ഡെഫിനറ്റ്ലി ഇറ്റ്സ് ചാലഞ്ചിങ് ഫോർ എവ്രി വൺ, ഈവൻ ക്രൂ മെമ്പേഴ്സ്, എവ്രിബഡി ഫേസ്ഡ് എ ചാലഞ്ച് ഇൻ ദിസ് മൂവി. ആക്ടേഴ്സ്ക്ക് സ്കോപ്പ് ഉള്ള പടം. ஈவன் எவ்ரி ஒன், மீ, விஷாக் ப்ரோ, வைஷாக் ப்ரோ, அதுக்கப்புறம் எல்லாருக்குமே இது வந்து ஒரு ஸ்கோப் உள்ள படம். எல்லாருக்குமே கண்டிப்பாக ஒரு பேர் கிடைக்கும். அதே மாதிரி எல்லாருமே ஃபார் ஷுர் சொல்லலாம், வி ஹவ் ஆல் எங்களோட 100% ஆல் இன் பண்ணோம். நாங்கள் எல்லாத்தையுமே எல்லா எஃபர்ட்டுமே போட்டோம். ஈவன் ஹெல்த் இஷ்யூஸ் வந்தால் கூட வி டென்ட் கேர் அபவுட் இட். ஏன்னா மேக்கப்னால வி காட் சம் ஹெல்த் இஷ்யூஸ் ஆல்சோ. பட் அது இருந்தாலும் கூட ஹெல்த் இஷ்யூஸோட கூட நடித்தோம். So that how the film കുറച്ചുകൂടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു ആക്ടിങ്. ഡെയിലി அதெல்லாம் வந்து ஏன்னா படத்துல 90% ஃபைட்டு. அதுவும் ஃபைட்டு வந்து இந்த கம்பி ரோப்பு அப்படிலாம் இல்லை, தரையில உருண்டு பரண்டு இது பண்ணி ஜம்ப் பண்ணி, இட்ஸ் ஹேப்பன்ட் எவ்ரிடே. ஸோ எவ்ரிഡേ ഒരു രട്ടക്കായാണ്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഫിലിമിൽ നിന്ന് ഇത് കിട്ടുക പറയുന്നത്, ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഡെഫിനറ്റ്ലി ഷീല പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഷാനു ആണെങ്കിലും അതെ, ഷൂട്ട് ചെയ്ത റിയാസ് ആണെങ്കിലും അതെ, റൈറ്റ് ചെയ്ത അനീഷ് ആണെങ്കിലും അതെ, ഞങ്ങളുടെ ആക്ടേഴ്സ് ആണെങ്കിലും അതെ, എല്ലാവർക്കും പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആ ഒരു ഹങ്കറുള്ള ഒരു ക്രൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നാടകമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്മോൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള ഒരു സുഖം ഉണ്ടല്ലോ. എല്ലാവരും മറ്റേ പടത്തിന് വേണ്ടി മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയത് ഈ ഒരു പടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലിറ്ററലി ആഗ്രഹിച്ചു പോയൊരു കഥാപാത്രം തന്നെ കിട്ടിയത്. ഹായ് ബ്രോ, നമസ്കാരം. തണ്ണീർമത്തിൽ വന്ന ഒരു നല്ലൊരു കൂട്ടുകാരനൊക്കെ ആയിട്ട് നിന്നു, അവസാനം പുഴുവിൽ വേറൊരു ലെവലിൽ ഞെട്ടിച്ചു. എക്സിറ്റിൽ എങ്ങനെയാണ്? ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ മനുഷ്യ എന്നാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് സ്കോപ്പുള്ളൊരു ക്യാരക്ടറാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് എൻ്റെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ പഠിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. നമുക്ക് പല രീതിയിലുള്ള ഒരുപാടുണ്ട് ഇതിൽ, ഒരുപാട് ചലഞ്ചസ്, ലൈക്ക് ഫൈറ്റ്, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തമിഴ് മലയാളം രണ്ടും ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ തമിഴൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു സീനൊക്കെ ചെയ്ത് മലയാളം ആക്ഷൻസ് ഓക്കെ കഴിഞ്ഞാൽ വീണ്ടും അത് സെയിം സീൻ തന്നെ നമ്മൾ തമിഴിലൊക്കെ ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് ആൻ ആക്ടർ നമുക്ക് നമ്മളെ തന്നെ പരീക്ഷിക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. പക്ക ചലഞ്ചിങ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത് അത്രയും, കാരണം ഒരു സറൗണ്ടിങ്, ഒരൊറ്റ സറൗണ്ടിങ് തന്നെ ഷൂട്ട് ചെയ്തത് നിങ്ങൾ 4-5 പേര് മാത്രമായിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ ടഫാണെന്ന് തോന്നുന്നു. കാരണം ഒരു സ്റ്റേജിൽ തന്നെ ഒരൊറ്റ റൂമിൽ ഇങ്ങനെ സർവൈവ്. എമോഷണൽ വൈസ് ദിസ് ഫിലിം ഇസ് വെയിറ്റ്. വൈ ഐ ആം ടെല്ലിങ് ദിസ്, அந்த ஃபஸ்ட்டு 5 to 10 மினிட்ஸ்க்கு அப்புறம் ஆஃப்டர் த கெட்டிங் இன் டு த பங்களா, அந்த பங்களால இருந்து வெளியில் வரத்துக்கான அந்த பதட்டமும் அந்த அழுகை கதறல் அதுக்கான போராட்டம் அது கண்டினியூஸாக இருந்துக்கிட்டே இருக்கும். ஸோ தீஸ் ஆல் எமோஷன்ஸ் ஆர் எக்ஸ்ட்ரீம். See, அப்போ 40 days we have to recreate this all emotion. ஒரு எங்களுக்கு 5 நிமிஷம் 10 நிமிஷம் பிரேக் இருக்கும், மறுபடியும் ஷார்ட் வந்தால் இல்லை அழுகணும், இல்லை கத்தணும், இல்லை பண்ணணும், இது பண்ணணும். ஸோ இந்த டெம்டேஷனை த்ரூ அவுட் த ஃபிலிம் we have to carry. So that is actually quite difficult. ബ്രോ പറഞ്ഞോളെ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് ആ ഒരു വേൾഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അതിൻ്റെ മേക്കിങ്ങിൽ ഷാനു കാണിച്ചിരിക്കുന്ന ഒരു ബ്രില്യൻസ് എന്നാണ് പറയാം. കാരണം അത് ഈ പറഞ്ഞ 4 പിള്ളേർക്ക് ആ വീട്ടിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ശ്വാസമുട്ടലും ആ ടെൻഷനും ആ ഒരു ക്ലസ്ട്രോഫോബിയൊക്കെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും.
അപ്പോൾ ഇവരതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു ശ്വാസം വിടാൻ തോന്നുന്നു അപ്പോഴായിരിക്കും നമ്മളും അതിനകത്ത് പെട്ടുപോയതുപോലെ പെട്ടുപോയെന്നുള്ള ഒരു ഇത്. അപ്പം അങ്ങനെ ആ ഒരു വേൾഡ് ക്രിയേറ്റിംഗ് ഒരു എക്സസൈസ് ഭയങ്കരമായിട്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ ഈ പെർഫോമൻസിലാണ് ആക്ച്വലി ബാക്കി മൊത്തം നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഷോർട്സ് വെക്കാം, സീറ്റ്സ് എഴുതാം, എല്ലാം ചെയ്യാം, നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ ഇവര് പെർഫോമൻസ് വരാന്നുള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയത് അതിന്റെ മുകളിൽ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞു. ഈവൻ ഇപ്പൊ ഞാൻ വൈശാഖ് വിജയന്റെ അടുത്താണ് ഞാൻ പറയും ശ്രീരാമാസി ചെപ്പിച്ചുട്ടോ. വൈശാഖ് വിജയൻ സ്വാഭാവികമായിട്ടും അവര് ഒരു പുള്ളിയുടെ കാര്യത്തിൽ ഞങ്ങൾ മുട്ടാറില്ല. പുള്ളി വരുന്നു ചെയ്യുന്ന പോലെ സോണില്ല. അപ്പൊ പുള്ളി വന്നിങ്ങനെ അലർപ്പം ഞങ്ങളിങ്ങനെ നോക്കാം. ആ ഒരു സ്ഥലത്ത് ഞാൻ ഇവര് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ഇമോഷൻ ക്യാരി ഔട്ട് ചെയ്യാനുണ്ട്, എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്, എല്ലാവർക്കും ഫൈറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാക്കാന്നുള്ളൊരു രീതിക്ക് ഒരു ടീം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലക്കാണ്. ഇപ്പൊ വരിക ചുമ്മാ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുറെ ആൾക്കാർ നമുക്ക് സ്റ്റിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതെന്ന് മാറിയിട്ട് എനിക്ക് ഇവരെ കിട്ടിയത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പ്രോജക്ട് കഴിഞ്ഞപ്പോ. വിശാഖനെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലോട്ട് ആക്കാനായിട്ട് എത്ര സമയം എടുക്കേണ്ടി വന്നു? വിശാഖ് ബ്രോനെ ഞാൻ എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങള് സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞത് ഞങ്ങൾ 4 കാലിൽ ഓടി നടക്കുന്നത് ട്രെയിലർ നോക്കിയത്. ഫസ്റ്റ് ദിവസം ഞങ്ങൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് കയറി. പുള്ളിക്ക് പെർഫെക്റ്റ്ലി ഒരു ആപ്റ്റ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് കണ്ടില്ല. സ്ഥിരമായിട്ട് നമ്മൾ ഈ പച്ചക്കറി കാര്യങ്ങളിലും നടന്ന് സംസാരിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമായിട്ട് 4 കാലിൽ നടക്കണം. അപ്പോൾ അതിന്റെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എഴുതി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ഈ 4 കാലിൽ എന്താ സംഭവം എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ ഈ ആനിമൽ ഫ്ലോ ഇതിന് ട്രെയിനിങ് വേണം, ഈ പരിപാടികളെല്ലാം ഡിസ്കസ് ചെയ്ത് പിന്നെ ത്രൂ ഔട്ട് വിഷയ ബ്രോ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര നൈറ്റ് നമ്മൾ ഭാഷയാണെങ്കിൽ പോലും അതെ ഭാഷയില്ല, ഇതിന് ഡയലോഗ് ഇല്ല. അതുകൊണ്ട് എനിക്ക് തമിഴിലും ഷൂട്ട് ചെയ്യാൻ പുള്ളിക്ക് ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഡയലോഗ്സ് ഇല്ലാത്തത് ഞാൻ ഡബിങ്ങില് ആക്ച്വലി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തത്. ഞാൻ ഡബിങ് കണ്ടിട്ട് ഞാൻ ആക്ച്വലി ഇത് ത്രൂ ഔട്ട് അലറിക്കൊണ്ടിരിക്കണം, ത്രൂ ഔട്ട് വേറൊരു പക്ഷെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് ഭയങ്കരമായിട്ട് ചെടിപറ്റി. See, it's a different language he created. We feel like that only. But so I mean spotல பார்த்தோம் நாங்க. ஸ்பாட்ல நடிக்கிறப்போ ஒரு சவுண்ட்ஸ் எல்லாம் கிரியேட் பண்ணாரு. So that is okay. But அங்க more ரியாக்ஷன்ஸ் தான் கான்சென்ட்ரேட் பண்ணிருப்பாருன்னு நினைக்கிறேன். அந்த டப்பிங்ல இருக்கிற திறமையெல்லாம் காட்டலாங்க ஸ்பாட்ல. ஆனா டப் பண்ண வெர்ஷன் பார்த்ததுக்கு அப்புறம் தான் was seeing man is doing something man. இந்த ஆள் என்னமோ பண்றான்ப்பா அப்படிங்கிற மாதிரி. சீரியஸ்லி இட்ஸ் a great effort. அது சில பேர் சில ஆர்டிஸ்ட் சொல்லுவாங்க, சில ஆர்டிஸ்ட் வந்து டப்பிங்ல தான் படத்தை வந்து லிஃப்ட் பண்ணுவாங்க அப்படின்னு சொல்லி. ஏன்னா நார்மல் ஆடியன்ஸ்க்கு அது தெரியாது அது எப்படி நடக்கும் அப்படின்னு. பட் ஆஸ் அ டெக்னிக்கல் பீப்புள் நமக்கு அது பார்க்குறப்போ அது எவ்வளோ பெரிய சேஞ்ச் ஓவர் ஹி ஹாஸ் கிவன் டு த வெயிட்டேஜ் ஃபார் த கேரக்டர் அப்படிங்கிறது சீரியஸாக ஆடியன்ஸ் வந்து ஐ மீன் என்ஜாய் பண்ணுவாங்கன்றதை தாண்டி தே கெட் இன்டு தட் ஃபீல். ஸோ வாட் அந்த எதை நாங்கள் எந்த ஷெல்லை க்ரியேட் பண்ண நினச்சோமோ அந்த ஷெல்லுக்குள்ளே அவங்க போயிடுவாங்க. சி மூவி இஸ் லைக் என்னை பொறுத்த வரைக்கும் மூவி அப்படிங்கிறது ஒரு சோல் வந்து இன்னொரு பாடி கூட கனெக்ட் ஆகிற மாதிரி. ஏதாச்சும் ஒரு சின்ன லாஜிக் மிஸ்டேக்கோ இல்லை சின்ன கதையில் சேராத ஒரு விஷயம் இருந்துச்சுன்னா சோல் படத்தை விட்டு வெளியில் வந்துடும். வெளியில் வந்துட்டு சரியில்லைப்பா அப்படின்னு சொல்லணும். இந்த படத்தில் அப்படி அங்கே அந்த மாதிரி எந்த ட்ராப்பும் இருக்காதுன்னு ஃபீல் பண்ணுறேன். ஆடியன்ஸ் வந்து அந்த ரியலாக 4 பசங்க மாட்டின மாதிரி அவங்க உள்ளே போய் மாட்டி தப்பிச்சு வெளியில் வந்து அந்த ரிலீஃப் அனுபவிக்கிற ஃபீல் இருக்கும் படத்தில். എന്തായാലും പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും തീർച്ചയായും ഉണ്ടെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഫോർ ഷുവർ. നാം അതിനാல വാർണിംഗ് போட்டுறோம் മുன்னாடி തുടങ്ങിയ പിന്നെ അതിൽ നിന്ന് പുറത്ത് ചാടാൻ കുറച്ച് പണിയെടുക്കും. ഇപ്പോൾ വിശാഖേട്ടാ ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് മാറുമ്പോൾ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്സിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകും ഒരു ഇത്ര മണിക്കൂർ കഴിയുമ്പോഴേക്കും അയാളുടെ മെൻ്റൽ സ്റ്റേജ് ഉറപ്പായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു കുറേ വർഷം ചെറുപ്പം തൊട്ടേ അതിനകത്ത് കിടക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ മാറാനായിട്ട് എത്രത്തോളം പ്രിപ്പറേഷൻസ് വേണ്ടി വരും? തിയററ്റിക്കലി നമ്മളിപ്പോൾ ബ്രോ എക്സാക്ട്ലി പറഞ്ഞ പോലെ തന്നെ കുറേ അങ്ങനത്തെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഈ ഐസൊലേറ്റഡ് ആയിട്ട് ജനിച്ച് വളർന്ന ഒരാളാകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ മാനസിക പ്രശ്നങ്ങൾ. രണ്ടാമത് ഈ നമ്മുടെ പഴയ മുത്തശ്ശ കഥകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ വലിയ മനകളിലൊക്കെ എല്ലാ ജനറേഷനിലും ഒരു ഭ്രാന്തനുണ്ടാവുമല്ലോ. അല്ല അത് നമ്മൾ കണ്ട പഴയ സിനിമകളിലെ പണ്ടൊക്കെ കാരണം ഇസ് ബിക്കോസ് ഈ പറഞ്ഞ ഒരു ഫാമിലിയിൽ തന്നെ ഉള്ള കസിൻസ് തമ്മിലൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ച് അതിന്റെ ഒരു ജനറ്റിക് ഡീഫെക്റ്റ് ആണത്. പണ്ടത്തെ നമ്മുടെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു അതായിരുന്നു ഷാനുവിന്റെ ഇൻസ്പിറേഷൻ പറഞ്ഞ. ഞാൻ ആക്ച്വലി എനിക്ക് നമുക്കിപ്പോ അതായത് ഇപ്പോ ഇവരുടെ ഇത് റിലേഷൻ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ തെരഞ്ഞു തുടങ്ങിയപ്പോൾ ഷാരോൺ ആയിരുന്നു എന്നോട് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഞങ്ങൾ ഈ ലൊക്കേഷൻ തെരഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇതൊരു ചെറിയൊരു റിഫ്ലക്ഷൻ ഉണ്ട്, ഒരു റിയൽ ക്യാരക്ടേഴ്സുമായിട്ട് കുറച്ച് റിഫ്ലക്ഷൻ ഉണ്ട്. ഞാൻ കേട്ട കഥകൾ തന്നെയാണ്. അതേപോലെ ഞാൻ നാട്ടിലൊക്കെ മുത്തശ്ശി കഥകളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ കേട്ടാ.
ബട്ട് ഞങ്ങൾ ഒരുപാട് ലൊക്കേഷൻസ് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിൽ മിക്കവാറും കാണുന്ന മലകൾക്ക് ഇതുപോലത്തെ ഒരു കഥയുണ്ടാവും, ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് കേട്ടതായിരുന്നു, ഒരു അവര് 1 year ഓഫ് ഇതിങ്ങനെ തന്നെയായിരിക്കും, മെന്റലി ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ബട്ട് അവരുടെ നാട്ടില് ആ ഉത്സവം നടക്കുന്ന ഒരൊറ്റ ദിവസം മാത്രം അവർ നോർമൽ ആവും എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഭയങ്കര ഇത് ഇറങ്ങിപ്പോകും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 80s 90s മിക്കവാറും ഇതുപോലത്തെ ഒരു കഥ അവർ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് കാരിക്കേച്ചർ ആക്കി പ്ലേ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഓക്കെ ഭ്രാന്തൻ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ എന്ത് ടൈപ്പ് ഭ്രാന്താണ്, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്, അയാളുടെ സർക്കംസ്റ്റാൻസസ് എന്താണ്, സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇയാൾ സംസാരിക്കാറില്ല, ഹ്യൂമൻ കോണ്ടാക്ട് ഇല്ല, പക്ഷേ എന്നാലും കേട്ട് പരിചയമുള്ള സ്വരങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഗ്രാമർ അയാളുടെ ശബ്ദത്തിലുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു റീസെർച്ചാണ് കുറേ കൂടെ ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ ഒരു 3 dimensional ക്യാരക്ടർ ആക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഒരു ഹ്യൂമൻ ഇൻസ്റ്റന്റിനേക്കാൾ കൂടുതൽ ഒരു ആനിമൽ ഇൻസ്റ്റന്റ് ആണോ? എന്നാൽ അത് ഡെഫിനറ്റ്ലി. പക്ഷെ എന്നാൽ ഉള്ളിനുള്ളിലൊരു മനുഷ്യനുണ്ട് ഇപ്പോഴും. ഇപ്പോൾ സ്ക്രീൻ ആ ക്യാരക്ടറിന് പ്രോബ്ലി ഒരു 25-26 വയസ്സുണ്ടാവും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അത്രയുള്ള ഒരു പക്വതയേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡ് വന്ന ഓൾഡ് ബോയ് സിനിമയുടെ അതിനകത്ത് ഇതേപോലെ ഒരു കഥാപാത്രത്തെ കുറേ ഇത്ര വർഷം ഗ്യാപ്പിലിട്ടപ്പോൾ പുള്ളിക്കാരന് വേറെ ലോകമൊന്നുമില്ല, അങ്ങനത്തെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ എനിക്ക് ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു കാണും. പക്ഷേ ഇത് പക്ക വയലൻസ് ആയിട്ടുള്ള വേറൊരു ആളെ എനിക്ക് കാണാൻ പറ്റിയത്. നമ്മളിപ്പോൾ യൂട്യൂബിൽ പോയി മറ്റേ ഫെറൽ ചിൽഡ്രൻ എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. അതായത് ഈ പറഞ്ഞ മൗഗ്ലി ഉണ്ടല്ലോ, മൗഗ്ലി ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പുള്ളിക്കാരൻ മറ്റേ ചെറുപ്രായത്തിൽ തന്നെ കാട്ടിക്കൊണ്ട് കളഞ്ഞുകൊണ്ട് മറ്റേ അവിടുത്തെ ആനിമൽസിനെയൊക്കെ കണ്ടാണ് വളർന്നത്. അപ്പോൾ അയാളുടെ സ്വഭാവവും സംസാരവും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതും ഇതിനൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇയാൾ ഈ മുറിയിൽ കാണുന്ന പല്ലി, 8 പൂച്ച, എലി അതിനെയൊക്കെ കണ്ടാണ് മറ്റേ നിൽക്കാനും ഇരിക്കാനും ഓടാനൊക്കെ പഠിച്ചത്. അതിൻ്റെ ഫിസിക്കാലിറ്റി എങ്ങനെയായിരിക്കണം. ഇങ്ങനത്തെ കുറേ ഒരു ബാക്ക്ഗ്രൗണ്ട് റീസെർച്ച് ചെയ്തപ്പോഴാണ് ഇയാൾ ശരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും. വിശേഷേട്ടാ, ഈ പറഞ്ഞ ഒരു നോർമൽ ഒരു ഗ്യാപ്പ് എടുത്തെന്ന് പറയും, ഒരു കഥാപാത്രം നല്ലൊരു ബ്രേക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ 10 പേര് എന്നെ അറിയുന്ന, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്ന പറയും. ഇപ്പം നോർമലി ഒരു നമ്മൾ കുപ്പി എന്നൊരു കഥാപാത്രം ആനന്ദത്തിലെ, അപ്പോൾ എല്ലാവരും ആ ഒരു ഇതറിയപ്പോഴേക്കും നമ്മുടെ കുപ്പിയല്ലേ, വിശാഖം എന്നുള്ള പേര് പോലും പറഞ്ഞിട്ട് കുപ്പി എന്നൊരു ഇതായി, അതൊരു പോസിറ്റീവ് ഇതാണ്. അപ്പോൾ അത് മാറി ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുമ്പോഴേക്കും ചിലരുണ്ട് ഒരു ടൈപ്പ് കാസ്റ്റ് പോലെ, ഒരു കഥാപാത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതേ ടൈപ്പ് റോളുകൾ വരിക, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരുന്നവർ വളരെ കുറവാണ്. ഇങ്ങനൊരു കഥാപാത്രത്തിലൂടെ ഇനി ഇങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് എന്നെ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ ഒരു ഇത് കരുതിയിട്ടാണോ വന്ന്? അത് അഗൈൻ ലക്കായിരുന്നു ബ്രോ. കാരണം നമ്മളത് ശരിക്കും ആഗ്രഹിച്ചു. പക്ഷേ ഇത് യൂണിവേഴ്സ് എന്തോ ഭാഗ്യത്തിനത് കിട്ടിയെന്നുള്ളൂ. ഇപ്പോൾ എക്സിറ്റ് മാത്രമല്ല, അപ്പോൾ അതിനുശേഷം വന്ന 3-4 പടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും കുറച്ചും കൂടി സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ ഷെയ്ഡ്സ് ഉള്ള, അല്ലെങ്കിൽ റിയൽ ലൈഫ് ഫിഗേഴ്സ് ആയിട്ടുള്ള വേറെ ക്യാരക്ടേഴ്സ്, റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള വേറെ ഫിലിം. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അത് സംഭവിച്ചെന്നേ ഉള്ളൂ. ഐ തിങ്ക് ആസ് ആക്ടേഴ്സ് ഓൾ ഓഫ് us want to do different things. ഒരാൾക്കും ഒരു ടൈപ്പ് ക്യാരക്ടർ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഓൾ വോണ്ട് ടു കീപ് പുഷിംഗ് ബൗണ്ടറീസ്. നേരത്തെ വൈശാഖം പറഞ്ഞതാണ്, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഡാർക്ക് സോണിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചാണ്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നമ്മുടെ ഒരു ജോലിയാണ്, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ള ഒരു കിക്ക് കിട്ടുമ്പോഴാണ് നമുക്കൊരു സുഖവും ഒരു എക്സൈറ്റ്മെൻറ്റും കിട്ടുന്നത്. അങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്, ഇനിയും വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ഭാഗ്യത്തിന് ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്നതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള. எனக்கு ஆக்சுவலி தெரியாது. ஆக்சுவலி இவரோட ஃபர்ஸ்ட் ஃபிலிம் அந்த குப்பி அந்த கேரக்டர், அந்த ஃபிலிம் வந்து எனக்கு ரொம்ப பிடிக்கும். ட்ரிக்கி பார்ட் என்ன அப்படின்னா, இவர் தான் அந்த கேரக்டர் பண்றாரு. ஏன்னா நான் ஷூட்டிங்ல இருந்து அவர் அப்படி பார்த்தா சத்தியமாயிட்டு இப்பதான் ரீசெண்ட் ஆயிட்டு தான் எனக்கு தெரியும் இவர் தான் குப்பி கேரக்டர் பண்ணாரு. ഇതിന്റെ സിനിമ ഇറങ്ങിയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. எனக்கு தெரியாது. That much he dedicatedly worked for this character. இதுல இன்னொரு விஷயம் என்ன அப்படின்னா, நீங்க சொல்ற இதே விஷயத்த நானும் ஃபேஸ் பண்ணிருக்கேன். ஸோ பசங்க மூவிஸ் வெல் ஹிட் ஆங்க. இன்னுமே நிறைய பேர் என்ன ஜீவான் தான் கூப்பிடுவாங்க. இப்போ நான் ஏதாவது ஒரு இடத்துக்கு போறேன் அப்படின்னா, என்ன பையன் இவ்வளவு பெருசா வளர்ந்துட்டேன் அப்படின்றாங்க. பட் ஐ டெல் ஐம் 27. நான் 27 வயசு 27 வயசாயிடுச்சா, நான் என்னப்பா இப்படின்னு பார்த்தா நீ இவ்வளவு வயசாயிடுச்சு அப்படின்னு சொல்றேன். சரி, பீப்புள் ஒரு கேரக்டர் வந்து ஃபிட் ஆயிடுச்சு அப்படின்னா அதுக்குள்ளேயே அவங்க வந்து அந்த கேரக்டரை வச்சு பார்ப்பாங்க. அதை விட்டு பிரேக் பண்ணி வரதுங்கிறது ரொம்ப கஷ்டம். நானும் அந்த ஸ்ட்ரகிளை ஸ்டில்லும் ஃபேஸ் பண்ணிட்டு தான் இருக்கேன்.
எனக்கு தெரிஞ்சு இந்த படம் அதை பிரேக் பண்ணணும்னு நம்புறேன். சேம் டைம் இவருக்கும் அது நடக்கும்னு நம்புறேன். ஆல் ஆஃப் அஸ். ஸோ இது வந்து ஒரு எப்படி சொல் எல்லாத்தையும் உடைக்கிற ஒரு படமா இருக்கும். ഷൂട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും വിറ്റ് ഞാൻ പൊളി. இல்ல யாருமே டயர்ட் ஆகவே இல்லை. சி அடிபட்டா கூட சரி சரி பரவாயில்ல வாங்க பாத்துக்கலாம், டயர்டானா கூட பரவாயில்ல நீ அப்படின்னு. അതാണ് പട്ടായിരുന്നു മറ്റേ ആക്ഷൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ മറ്റൊരു മയത്തിനെ കട്ടിക്കുമ്പോ പോരെ ബ്രോ അടിച്ചു കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ ദിവസവും അടി കൊണ്ട് റൂമിൽ കിടന്ന് കിടക്കുമ്പോ അവസ്ഥയായിരുന്നോ? ഡെയിലി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഞങ്ങളിത് ഇദ്ദേഹത്തിന്റെ ജീനിയസ് കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന ക്ലൈമാക്സ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റുള്ള പോർഷൻ. അത് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തന്നെ മേത്ത് മുഴുവനും മുറിവും ചതവും ഇതൊക്കെ ആയിട്ട് പിന്നെ ബാക്കി നേരത്തെ സീൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും കണ്ടിന്യൂറ്റി മാച്ച് ചെയ്യേണ്ട മേക്കപ്പ് മുറിവ് വേറെ ഇടേണ്ടി വരും. കാരണം അത്രയും അധികം ഇഞ്ചുറീസ് ആ ഫൈറ്റിന്റെ ഇടയിൽ സംഭവിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതെ പെയിൻ കില്ലേഴ്സും മറ്റതും മറ്റേ കുഴമ്പൊക്കെ തേച്ചാണ് എന്ന്. ஸ்கின் இன்ஃபெக்ஷன் அത്ര டெடிகேஷனோட எவ்ரிடே கண்டிப்பா கம்பல்சரி குளிச்சாகணும். ஏன்னா குளிக்கலன்னா ஆமா மேக்கப் கலைக்க முடியாது. அது கலைக்கிறதுக்கு 2 hours ஆயிடும். டோட்டலா அந்த தண்ணி பிளாக் கலர்ல யூ கேன் see that water is தார் மாதிரி பிளாக் கலர்ல இருக்கும். இதுல என்னன்னா எங்களுக்கு அந்த கேப் வந்து கொஞ்ச நேரம் தான் இருக்கும். நாங்க குளிச்சு முடிச்சு சாப்பிட்டு படுக்க மணி 10-11 ஆயிடும். 11 மணிக்கு படுத்து காலையில 6 மணிக்கு மறுபடியும் மேக்கப் போடணும். പിന്നെ ഇത് തന്നെയല്ലേ മറുപടിയും കണ്ടിന്യൂസ്ലി. ഇപ്പം ശ്രീയാൻ ബ്രോ, അതായത് ഇപ്പം നിങ്ങൾ തമിഴ് സിനിമയിൽ ഇപ്പോൾ ഒരുപാട് പ്രത്യേകത, ഇപ്പം പണ്ടത്തെ തമിഴ് സിനിമയിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പം കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ കുറച്ചുകൂടെ വന്നു തുടങ്ങി. ഇപ്പം മലയാളത്തിന് ഇത് രണ്ടിടത്തും വർക്ക് ചെയ്തല്ലോ. ഇപ്പം ഏതാ കുറച്ചുകൂടെ ഫിലിം ചെയ്യാനായിട്ടായാലും കണ്ടന്റ് ഓറിയന്റഡ് തോന്നുന്ന ഏതാണ്? മലയാളം ഫിലിമാണോ തമിഴ് ഫിലിമാണോ? இல்லை அது தாண்டி நான் இன்னொரு விஷயம் பார்க்குறேன். இண்டஸ்ட்ரி வந்து இப்போ வேற மாதிரி க்ரோ ஆகிட்டு இருக்கு. சி தெலுங்கு பீப்புள் ஹாவ் சம் சர்டன் செட் ஆஃப் ஃபிலிம், அது சர்டன் பேட்டர்ன் ஆஃப் ஃபிலிம். Malayalam people have some strong the family oriented and then story based reality based panina scripts irukku. Tamil have some commercial aspects, rendum balance panina mari irukku. So each industry have one things, but in the pan India angra oru concept மூலமா now it's growing. ஸோ இப்போ எப்படி சொல்றது, 4 ஸ்டேட்ல இப்போ வந்து இப்போ ஒரு பேசிக்காக இப்போ ஒரு படம் ரிலீஸ் பண்ணாலே இப்போ 4 ஸ்டேட்ல ரிலீஸ் பண்ற ஒரு கல்ச்சர் வந்து டெவலப் ஆயிட்டு இருக்கு. ஸோ இந்த மாதிரி பாயிண்ட் ஆஃப் வியூ வளர்றப்போ பார்த்தீங்க அப்படின்னா இந்த பவுண்டரிஸ் கொஞ்ச நாள்ல இருக்காதுன்னு நினைக்கிறேன். இந்த தமிழ் நல்ல படம் இட் வில் ஒர்க், நல்ல படம் ஓடும் அப்படிங்கிற. அதாவது மேஜரா பார்த்தீங்க அப்படின்னா இப்போ ஒரு பெரிய ஆர்டிஸ்டோட படம் தமிழ்ல, பட் அது கொஞ்சம் தெலுங்கு பேட்டர்ன்ல இருந்த படம் அது. ஆனால் தமிழில் வந்து அது ஒர்க் ஆகலை. நிறைய பேர் அது ஃபெயிலியர் தான் சொன்னாங்க. பட் நான் படமாக பார்த்தப்போ எனக்கு அந்த படம் ரொம்ப பிடிச்சிருந்துச்சு, எனக்கு நல்லா இருந்துச்சு அந்த படம். பட் இதே படம் தெலுங்குல எடுத்திருந்தா ஓடி இருந்திருக்கும். ஸோ அப்போ என்ன அப்படின்னா அந்த ஆர்டிஸ்ட் பேஸ் பண்ணி தான் அந்த செட் ஆஃப் ஸ்டோரி அப்படிங்கிறது ஃபிட் ஆகுது. ஸோ ஒரு அந்த இப்போ சொல்கிறதில்ல அந்த கேரக்டரை பிரேக் பண்ணுறது கஷ்டம். ஸோ இன்ன வரைக்கும் என்ன ஜீவாவாக தான் பார்க்குறாங்க, இன்ன வரைக்கும் குப்பியாக தான் பார்க்குறாங்க. ஸோ இது வந்து நல்ல ஆக்டர்ஸ் நல்ல ஸ்டோரி சிஸ்டம்ஸ் வளர வளர இது எல்லாம் பவுண்டரிஸ் பிரேக் ஆகி இட் வில் எவால்வ் ஆகி எல்லாமே ഇറ്റ്സ് കംസ് അണ്ടർ ദ സെയിം പോയിന്റൊക്കെ വരും എന്ന് നിனைக்கிறேன். ഡയറക്ടർ അടുത്താണ് നോർമലി നമ്മൾ ഇതിൻ്റെ ടീസറൊക്കെ എനിക്ക് കണ്ടത് ഇപ്പോൾ ഒരു വെസ്റ്റേൺ സിനിമ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമകൾ കാണുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഒരു സിംഗിൾ ഒരു 4-5 പേര് മാത്രമായിട്ട് അകപ്പെട്ട സർവൈവിങ് ഒക്കെയുള്ള ഇത് ഇങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്ന് കരുതുന്നുണ്ട്? അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് അതായത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അതായത് നമ്മൾ പെർഫെക്റ്റ് ഹോളിവുഡ് സിനിമ അങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് ഇവർക്ക് അത് കണക്ഷൻ കിട്ടാതെ. ഇതിപ്പോ നമ്മുടെ കഥാപാത്രങ്ങളാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ ആ സോണിലോട്ട് അവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ എക്സ്പെരിമെന്റൽ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഈ സിനിമ പറയാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഗുരു ഇതൊക്കെ ആ കാലത്ത് ഇറങ്ങിയിട്ട് പോലും അതിനേക്കാളും വീക്കാനായിട്ട് ഇനി നമ്മുടെ സിനിമകൾ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ ഞാൻ അത് ആ ഫിലിം എന്നെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലത്തെ സിനിമകളൊക്കെ ഇവിടെ സംഭവിക്കാറുണ്ട്. ലാലേട്ടനെ ചെയ്യാത്തതൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യുള്ളൂ. അതായത് നമ്മള് അവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടുവരിക. നമ്മുടെ അടുത്ത ജനറേഷനാണ്, അടുത്ത ഇയറ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ലിവിംഗ് ലെജൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ നമ്മളും അവരുടെ കൂട്ടത്തിൽ ഓടുക. പിന്നെ പെർഫെക്റ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ സിനിമ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി സസ്റ്റെയിൻ ആയിരുന്നു. ആൾക്കാർക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കും. അവാർഡ് ഫിലിം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സസ്റ്റെയിൻ ആയിരിക്കും. ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് തീർക്കാന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് കുറച്ചുകൂടി എൻഗേജിങ് ആയിരിക്കും. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരിക്കലും, അതായത് കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കാം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടില്ല.
പരിപാടി. പറഞ്ഞ മറ്റേ റോളർ കോസ്റ്റർ ആ ഒരു മെറ്റഫോർ കറക്റ്റ് ആണ്. കേറിയ പിന്നെ ഇറങ്ങുമ്പോ തന്നെയാണ് അയ്യോ കഴിഞ്ഞോ. പൊന്നോ. ഏതൊക്കെ ടൈപ്പ് ഫിലിമാണ് കുറച്ചുകൂടെ ഇഷ്ടം ചെയ്യാനായിട്ട്? സിനിമ ചെയ്യുന്നതാണ് എനിക്ക് ഡെഫിനറ്റ്ലി. ഞാൻ കുറച്ച് ആക്ഷൻ, അതായത് ഫസ്റ്റ് സിനിമയിലോട്ട് ഒരു ആക്ഷൻ ട്രാവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. പിന്നെ വന്നപ്പോഴാണ് ഈ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഡിഫറെന്റ് ആയിട്ട് ഓരോ ജോണറും ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് കൊറോണ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് അത് ഏത് ജോണറിലാണെങ്കിലും ചെയ്യണം. ഡിഫറെന്റ് ആയിട്ട് അടുത്തടുത്ത ജോണറുകൾ ഷിഫ്റ്റ് ഉണ്ടാവും എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. ഒന്നും ഓരോ പാറ്റേൺ പിടിക്കാതെ ഡിഫറെന്റ് ആയിട്ട് സർവൈവൽ ത്രില്ലർ ഉണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. പരിപാടിയായിരിക്കും. கண்டிப்பாയിട്ട് டார்க் ஃபிலிம் அது டைரக்டர் சொல்லிட்டாரு. கண்டிப்பா வந்து நாங்க கூட கேட்டோம் டைரக்டர் காமெடி ஃபிலிம் ஏதாவது பண்ணுங்க அப்படின்னு. இல்ல நான் ஒன்லி டார்க் ஃபிலிம். நான் தான் கேட்டேன் நெல்சன் சார் மாதிரி அட்லீஸ்ட் டார்க் காமெடியாச்சும் பண்ணுங்க அப்படின்னு சொல்லி சொன்னேன். അല്ല ചിലരങ്ങനെ ഉണ്ട്, ഒരു ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് അതായിരിക്കും ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട്. നമ്മുടെ എന്താ പറയുക, ലിയോ ഇത് പറഞ്ഞ പോലെ അവരൊക്കെ ചെയ്ത ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഇത് ചിലർക്ക് അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. അവർ ജോണർ മാറുമ്പോൾ ചിലപ്പം ക്ലിക്കാകത്തില്ല. ബ്രോ ഇവിടെ ഇങ്ങനെ പോയി അങ്ങോട്ടൊന്നും വരുന്നില്ലെന്നല്ലേ? അപ്പം ബ്രോ ഇങ്ങനൊരു ഫിലിം ചെയ്യുമ്പോൾ നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ കൊണ്ടോ എന്നെക്കൊണ്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, എൻ്റെ കഥാപാത്രം 100% അത് എത്തിയോ എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്താനായിട്ട് എത്രത്തോളം സമയം എടുക്കുന്നു? അപ്പോൾ ഒരു പുഴുവിലെ കഥാപാത്രമായാലും ശരി, അത് നമ്മൾ അവസാനമാകുമ്പോൾ ഇമോഷണൽ ആവുന്നുണ്ട്, എന്നാൽ വേറെ ലെവലിലോട്ടാണ്. ഇങ്ങനൊരു സിനിമ ഈ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? അൻഷദ്. ആ അൻഷദ് എന്ന കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ അത് 100% എനിക്ക് എത്തിയോ എന്ന് തോന്നിയിരുന്നു. എനിക്കിത് അതായത് ഫസ്റ്റ് എൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഈ അൻഷദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് അറിയാം. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ഭയങ്കര കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നു. പിന്നീട് ചില പോർഷൻസിൽ എത്തുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ. പിന്നെ ഇതൊരു വാശി പോലെ ഇത് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഈ അടുത്തൊന്നും ചിലപ്പോൾ എനിക്ക് വരില്ല, അതായത് ആ ടൈമിലൊന്നും വരില്ലായിരുന്നു. ഞാൻ ഇതുവരെ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു ക്യാരക്ടർ അതായിരിക്കും. ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ഇതുപോലുള്ളൊരു ക്യാരക്ടറാണ്. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും പേടിയുള്ള ക്യാരക്ടർ എൻ്റെയാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു ക്യാപ്റ്റൻസി മൂഡ് ഉള്ള ക്യാരക്ടർ എൻ്റെ തന്നെയാണ്. ഒരു പേടിയുള്ളൊരു ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ ഉള്ളൊരു അങ്ങനെ കുറച്ച് തലങ്ങളുണ്ട് ഈ ഒരു ക്യാരക്ടറിന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഓരോ സീനുകളിൽ, അതായത് പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ടാകാത്ത രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ബ്രോ നമുക്ക് അതൊക്കെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ശ്രീറാമിൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ ഇത് നാഷണൽ അവാർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അത്ര എത്താൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം പുള്ളിയുടെ 1 മീറ്ററെങ്കിലും എത്താൻ നോക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ പുള്ളിയാണെങ്കിൽ നമ്മളെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. നമുക്ക് കുറേ സാധനങ്ങൾ പുള്ളിയുടെ നിന്ന് കിട്ടിയിരുന്നു. നമ്മൾ ചില ആക്ഷൻസും പരിപാടികളൊക്കെ ഞാൻ പുള്ളിയുടെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഹെൽപ്പ് നമുക്ക് അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷാനിക്ക കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സീൻ ഇച്ചിരി മുകളിൽ പോവുകയാണെങ്കിൽ അത്ര വേണ്ടെങ്കിൽ അത്ര വേണ്ട, താഴെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി വേണം. പുള്ളിക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് പുള്ളി കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഇമേജ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു ആ ഒരു. ശ്രീറാം ബ്രോ ഈ പറഞ്ഞ പോലെ ഒരു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? പുതിയ കഥാപാത്രങ്ങൾ കിട്ടാനായിട്ടൊരു ബ്ലോക്കായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ? Did it feel like a pressure that you have to do better than that? Or? Not like a pressure, seriously. But எங்க அம்மா எனக்கு ஒரு டாஸ்க் கொடுத்தாங்க, அடுத்த நேஷனல் அவார்டு வாங்கினா தான் கல்யாணம் பண்ணி வைப்பேன்னாங்க. So that is a pressure. கல்யாணம் കഴിക്കണമെങ്കിൽ നാഷണൽ அவார்டு മേടിക്കണം. எங்க அம்மா அதை சொன்னாங்க. அதனால ஸோ அதுக்கு ஃபோக்கஸ் பண்ணி ஒர்க் பண்ணிட்டு இருக்கோம். ஸோ அதில் வந்து இந்த படம்லாம் ஒரு எஃபர்ட். ஆமாம். ஸோ லெட்ஸ் see. അപ്പോൾ ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അതായത് ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ടോ? இல்லை அப்படிதான் அமைஞ்சது. உண்மையிலே நம்மளா சூஸ் பண்ணுறதை தாண்டி உண்மையிலேயே அமைஞ்சதுமே டிஃப்ரெண்ட்டாக அமைஞ்சது. பிகாஸ் அது என்னன்னு தெரியல, அது காட் கிஃப்ட். இந்த படமும் அமைஞ்சதுன்னு தான் சொல்லணும். ஏன்னா நான் போகிறத விட டைரக்டர் ஃபஸ்ட்டு கதை சொல்லும் போது இஸ் கான்ஃபிடென்ட், நீங்கள் தான் பண்ணணும் அப்படின்ற ஒரு கான்ஃபிடென்ட்டோடு தான் அவர் வந்து வந்தார். ஸோ இட்ஸ் ஹேப்பன் அந்த மாதிரி. ஸோ இதே மாதிரி தான் இன்னும் ஃப்யூச்சர் லைஃப் எடுத்துகிட்டு போகணும்னு சொல்லி நினைக்கிறேன். ஸோ லக்கிலி வி ஆர் ബീൻ ഇൻ ഗുഡ് ഹാൻഡ്സ്. വി ആർ ഗോണ ബി ഇൻ ഗുഡ് ഹാൻഡ്സ്. അങ്ങനത്തെ ഒരുപാട് കഥാപാത്രം ഞങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കട്ടല്ലേ. ചേട്ടാ ക്യാമറയ്ക്ക് പിറകിൽ ക്യാമറയ്ക്ക് സിനിമയ്ക്ക് ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വേറൊരാളാണ്. എപ്പോഴെങ്കിലും പിന്നീട് പഴയ പോലെ ആവണമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, ഐ തിങ്ക് ആ ഒരു പാഷനും ആ ഒരു ചെറിയൊരു നോളജ് ഉള്ളത് ആസ് എൻ ആക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം
ഇപ്പോൾ ഷാനുവിനോട് വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും ഇദ്ദേഹം നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സിനിമയും ഷാനുവിൻ്റെ മനസ്സിലുള്ള സിനിമയും ബ്രോയുടെ മനസ്സിലുള്ള സിനിമയും മൂന്നുമായിരിക്കും. പക്ഷേ ഷാനുവിൻ്റെ മനസ്സിലുള്ള എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഉള്ള ബുദ്ധിമുട്ടും അതിൻ്റെ അപ്രോച്ചും മനസ്സിലാക്കുകയാണെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു വിഷൻ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ഫീൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇതിനേക്കാളും കുറച്ചും കൂടെ കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ്. നമ്മളൊരു 2 വർഷം ഒരു പടത്തിന് വേണ്ടി മാറ്റി വെച്ച് സ്റ്റാർട്ട് ടു എൻഡ് വരെ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അത് മാത്രമല്ല ഈ ഒരു ആൾക്കാരെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ഫൈനാൻസസ് ലോജിസ്റ്റിക്സ് ഒക്കെ ആലോചിക്കുക. ആക്ട് ചെയ്യുമ്പോൾ നമ്മളെ കഥാപാത്രത്തിനെ കുറിച്ച് മാത്രമല്ലേ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള പക്വതയും അതിനുള്ള ഒരു റെഡിനെസ്സും എനിക്കിപ്പോഴാണ് ആയത്. എനിക്ക് പണ്ട് കുറേ ഷോർട്ട് ഫിലിംസും ആഡ്സും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരു ഫിലിം ചെയ്യാനുള്ള ഒരു പക്വത ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. പക്ഷെ ഇപ്പോൾ സ്ലോലി അവിടെ എത്തിത്തുടങ്ങിയെന്ന് എനിക്ക്. അതെ, നോർമലി എല്ലാവരുടെ ആഗ്രഹം സിനിമ എന്നൊരു അൾട്ടിമേറ്റ് എയിമാണ് അവിടെ. അപ്പം എല്ലാവർക്കും ഒന്നെങ്കിൽ ആക്ടിങ് ആയിരിക്കും പാഷൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ, റൈറ്റിംഗ്, അല്ലെങ്കിൽ ടെക്നിക്കൽ, അങ്ങനെ ഇതായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാനായിട്ട് ഒന്നെങ്കിൽ AD ആയിട്ട് കയറി. നമ്മുടെ ഉദാഹരണം നമ്മുടെ ഷൈൻ ചേട്ടൻ തന്നെ AD ആയിട്ട് വന്ന് പിന്നീട് ആക്ടിങ്ങിൽ കയറി, അങ്ങനെ കയറുമായിരുന്നു. അപ്പോൾ താങ്കൾ അങ്ങനെ വന്നു, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചും എന്നാൽ ഫ്രണ്ടിലോട്ട് ഡയറക്റ്റ് കയറുമായിരുന്നു. കറക്റ്റ്, അത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. ഇപ്പോൾ കോളേജിലും സ്കൂളിലും കോളേജിലും ഒക്കെ തിയേറ്ററും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയയിൽ ഒരു MBA പോയി ചെയ്ത് അല്ലെങ്കിൽ ഫിലിം സ്കൂളിൽ പോയി പഠിച്ച് ബിഹൈൻഡ് ദ ക്യാമറ ഈ പറഞ്ഞ പോലെ AD ഒക്കെ ആയി ജോയിൻ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അപ്പോഴാണ് ആനന്ദത്തിന് ഓഡിഷൻസ് നടക്കുന്നതും അതിലേക്ക് അപ്ലൈ ചെയ്ത് ആ റോളൊക്കെ കിട്ടുന്നതും. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷെ ആ സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്. നടക്കട്ടെ ഉടനെ, ഞങ്ങൾക്ക് അങ്ങനെ ഇത് കാണാൻ സാധിക്കട്ടെ അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പം ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫിലിം എന്ന് പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീമാണത്. ഫസ്റ്റ് ഈ ഡ്രീം എപ്പോഴാണ് മനസ്സിൽ വരുന്നത്? അല്ല, ഈ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ, ഒരു ഫിലിം കാണുമ്പോൾ അല്ല ഒരു വ്യക്തിയെ കാണുമ്പോൾ ആയിരിക്കും ഉണ്ടാവുന്നത്. ഫസ്റ്റ് സ്പാർക്ക് എപ്പോഴാണ് ഉണ്ടായത്? ഞാനും ബ്രദറും കൂടെ ഞങ്ങൾ പണ്ട് എപ്പോഴും വീട്ടിലിരുന്ന് മറ്റേ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള സീൻസൊക്കെ ഞങ്ങൾ മറ്റേ അന്യൻ്റെ സീനില്ലേ, മറ്റേ കുറേ കുംഫുക്കാർ ഒരുമിച്ച് അതൊക്കെ ഞങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ വെറുതെ ഞങ്ങളുടെ രീതിയിൽ അതാണ് ഞങ്ങളുടെ ടൈം പാസ്. ഒരു 8th grade 9th grade ഒക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വീട്ടിൽ മറ്റേ പഴയ ഈ സോണിയുടെ ക്യാമറ വെച്ച് ഞങ്ങൾ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ 10th പുള്ളിക്കാരൻ ഈ പാസ്റ്റ് പോയി. ഞാൻ ആകുമൊത്തും ഡിപ്രസ്ഡ് ആയിപ്പോയി. അതിനുശേഷം കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കളയും ഞങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് ഷോർട്ട് ഫിലിം പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോപ്പറായിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതി ഡയറക്റ്റ് ചെയ്തത്. പിന്നെ 11th ഒന്നോടെ ചെയ്തു. 11th ഒരു ചെയ്ത ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് സ്കൂളിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റി. ഒരു 500 പേര് ഫ്രണ്ടിൽ വെച്ച്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പടം വലിയ സ്ക്രീനിൽ കളിക്കുന്നു, ആൾക്കാർ കൈയടിക്കുന്നു. ആ ഫീൽ കിട്ടിയപ്പോൾ ഇത് കൊള്ളാം, ഒരു തീ അങ്ങ് കത്തി, വേറെ ജോലി ഇല്ല. അതൊരു വലിയ ഫീലാണല്ലോ അല്ല, ഒരു നമ്മുടെ പേര് വലിയ സ്ക്രീനിൽ 10 പേർ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു മോർ ദൻ ഫെയിമും ഇതൊന്നും അല്ല. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇമോഷൻ ഓഡിയൻസിന് കിട്ടുന്നുണ്ട്, അവരത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു കിക്ക്, അത് ഭയങ്കര ഒരു കിക്കാണ്. ആസ് എൻ ആക്ടർ, ആസ് എ ഫിലിം മേക്കർ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. ഞങ്ങൾ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമോഷൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവണം എന്നുള്ള ഒരു സാധനം. പക്ഷെ അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സുഖമായിരുന്നു. ലൈഫ് ലോങ് തന്നെ പിടിക്കാം എന്നപ്പോൾ തീരുമാനിച്ചു. ഫിലിം അപ്പം തന്നെ കയറി. ഇപ്പം ഫിലിമിൽ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഫസ്റ്റ് ഞാനൊക്കെ ഫസ്റ്റ് സിനിമ കാണുന്നത് മമ്മൂക്കയുടെ ഒരു പടത്തിനാണ്. ഫസ്റ്റ് ഒരു മാജിക്കായിട്ട് ഫീൽ ചെയ്യുന്നത് ബൽറാം വേഴ്സസ് താരാദാസ്. ആ ഒരു സിനിമ കണ്ടപ്പോഴാണ് ഫിലിമിൻ്റെ ഒരു മാജിക് എനിക്ക് അങ്ങനെ ഫിലിമിൽ ആരെങ്കിലും ഇതാണ് ഫിലിം അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോൾ അങ്ങനെ സ്പാർക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇൻസ്പയർ ചെയ്യുന്ന ആരെങ്കിലും? അല്ല, അങ്ങനെ കുറേ പടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കമൽഹാസൻ സാർ തന്നെയാണ്. കാരണം പുള്ളി ഒരു പാത്ത് ബ്രേക്കിംഗ് റെവല്യൂഷണറി ഡയറക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ, ആക്ടർ ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഒരു സിനിമയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ഒരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളത് ഭയങ്കര ഒരു ആംബിഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി തന്നെയാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന ടെക്നോളജിയൊക്കെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിരിക്കുന്ന കുറേ ടെക്നോളജീസ് ഉണ്ട് പുള്ളിയുടെ സിനിമകളിലൂടെ. അപ്പോൾ പുള്ളിയുടെ പല പടങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ആണവന്താൻ, ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആ പടമൊക്കെ ഇറ്റ്സ് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഒരു പക്ഷേ ഇന്നിപ്പോൾ ആ പടം ഇറക്കി കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു പടമാണത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പ്യുവർ പാഷനാണല്ലോ അയാൾക്ക്. അതൊരു തരം വട്ടാണ്. പക്ഷെ എനിക്ക് ആ വട്ട് ഭയങ്കര ജീവിക്കുന്നവരോട് എക്സാക്ട്ലി ആ ഒരു തേഴ്സ്റ്റ്, ആ ഒരു ഹങ്കർ, ആ പാഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് തന്നെയാണ്. അപ്പം സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ഡ്രീം ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യണം,
അത് ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ പതിയെ ഡ്രീമിലേക്ക് അടുക്കുമെന്ന് പറയും. ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ എങ്ങനത്തെ ഒരു ജോണർ ഫിലിം വരും. ഇപ്പോൾ മലയാള സിനിമയുടെ ട്രാക്ക് പതിയെ പഴയ പോലെ മാറി തുടങ്ങി. ഇപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് സിനിമകൾ, പക്ക ത്രില്ലർ, അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ ഇത്. അപ്പോൾ എങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഞാൻ സിനിമ ചെയ്യുമ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അത് മാത്രമേ ഞാൻ ആലോചിക്കുള്ളൂ എന്നാണ്. കാരണം നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ട്രെൻഡ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ ഇതാണിപ്പോൾ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് നമുക്ക് പറയാവുന്നുള്ളൂ. അല്ലാണ്ട് ആർക്കും ഒന്നും അറിയില്ല. അൾട്ടിമേറ്റ്ലി നമുക്കുള്ളൊരു ഓഡിയൻസ്, യുവർ ഓൺ ഓൺലി ഓഡിയൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും മിക്ലിയൊക്കെ തരുന്ന ഒരു പടമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണെങ്കിൽ എൻ്റെ ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സെയിം ഗോസ് വിത്ത് ദിസ് മാൻ. ബിക്കോസ് ഇതുപോലത്തെ ഒരു പടം ഇയാളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇപ്പോൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കൺവിക്ഷനോടെ ചിലപ്പോൾ ചെയ്തോളണമെന്നില്ല. ഇപ്പോൾ ഷാനു എക്സിറ്റ് എടുത്തപ്പോൾ ഷാനുവിന് അത് എക്സൈറ്റിംഗ് ആയിരുന്നു. ഷാനുവിന് മറ്റേ ഇതൊക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ല് ഷാനുവിന് കിട്ടി. ഷാനു പടം കണ്ടപ്പോൾ എനിക്ക് പടം ഇഷ്ടമായി ബ്രോ എന്ന് ഷാനുവിന് പറയാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ദ സക്സസ്. അല്ലാണ്ട് അത് ഇപ്പോൾ ബ്രോന് വേണ്ടിയോ അല്ലെങ്കിൽ വൈശാഖിന് വേണ്ടിയോ ശ്രീരാമന് വേണ്ടിയോ ഷാനുവിന് പടം ഉണ്ടാക്കാൻ പറ്റില്ല. ഷാനുവിന് വേണ്ടിയല്ലേ പടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ ജോണർ അതൊന്നും അല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു പടം, നമുക്ക് ഇഷ്ടപ്പെടുന്ന പടം. ഇപ്പം നമ്മുടെ ഓരോ ഫിലിമിനും കഷ്ടപ്പാടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരാളുടെ ഡ്രീം ആയിരിക്കും, ഒരു കൂട്ടത്തിൻ്റെ ഒരു 100 പേരിലെ 200 പേരുടെ കഷ്ടപ്പാടായിരിക്കും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. ഒരു 60 മിനിറ്റത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും പേരുടെ കഷ്ടപ്പാടായിരിക്കും നമ്മൾ കാണുന്നത്. അത് പക്ഷേ ഓഡിയൻസ് ചിലപ്പോൾ അതേപടി കൺവേ ചെയ്യണമെന്നില്ല. പലതരം ഓഡിയൻസ് ഈ പറഞ്ഞ പോലെ പലർക്കും പല വിധത്തിലാണ് കാണുന്നത്. അപ്പം ഇതേപോലെ ഒരു ഫിലിം കാണുമ്പോൾ ഈ കഥാപാത്രം അവർ എത്രത്തോളം ഡെപ്തുള്ള കഥാപാത്രം അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ എപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്നൊരു കഥാപാത്രത്തിൽ ഇത്ര എഫേർട്ട് ഇട്ടൊരു കഥാപാത്രം ഓഡിയൻസ് ഇത് കൺവേ ആവുന്നില്ല, അങ്ങനെ തോന്നുന്ന പലപ്പോഴും അങ്ങനെ പല സിനിമകളും അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴും? നമ്മളെ ഒരു എഫേർട്ട് ഇട്ടിട്ട് കൺവിൻസ് ആയില്ല എന്നുള്ളതല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഉണ്ടായ ബാഡ് ട്രിപ്പ്. അപ്പോൾ ഉണ്ടായ ബാഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആ പടം എന്തുകൊണ്ട് വർക്കായില്ല, ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പടം വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ നമ്മൾ കണ്ട പടം എന്നുള്ള ഒരു അത് ഭയങ്കര നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഈ പറഞ്ഞ ഹാർഡ് വർക്ക് നമ്മളിപ്പോൾ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഒരു പടം നമ്മൾ ചെയ്തു, ഇപ്പോൾ നാളെ ഒരു പടം ഇത്രയും നാളെ ഹാർഡ് വർക്ക് ചെയ്തൊരു പടം ഇറങ്ങുവാണ് ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, വോട്ട് എവർ. അന്ന് ആ പടത്തിന് ഉള്ള ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിലും അത് സിൻസിയർ ആയിട്ടുള്ളൊരു എഫേർട്ട് ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനുള്ള ക്രെഡിറ്റ് അതിന് കിട്ടും. അത് ഫോർ ഷുവർ ആണ്. കാരണം നമ്മളൊക്കെ തട്ടിപ്പോയാലും ഈ സിനിമ അതുപോലെ തന്നെയൊക്കെ ഉണ്ടാവും. സിനിമ അതങ്ങനെയാണല്ലോ. എവറി മൊമെന്റ്, എവറി സെക്കൻഡ് വെയർ ഓൺ സെറ്റ് നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് ഹിസ്റ്ററി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അത്രയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പടം വിജയിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം നമുക്കൊക്കെ ഉണ്ടാവും, അതിൻ്റെ വിഷമം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ ദാറ്റ്സ് നോട്ട് ഇറ്റ്. വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഹരമുണ്ട്. ദാറ്റ് പാഷൻ, ദാറ്റ്സ് വാട്ട് കീപ്സ് us going, അല്ലേ? എന്താണ് അൾട്ടിമേറ്റ് എയിം? എന്താണ് ഫിലിമിൽ ഒരു അൾട്ടിമേറ്റ് എയിം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സിനിമയിലെ ലൈഫിലെ സിനിമയിലെ ഒരു അൾട്ടിമേറ്റ് എയിം ഗോൾ എന്തായിരിക്കും? സിനിമയിൽ எப்போவுமே ஒரு பெரிய பிரேக் த்ரூ க்ரியேட் பண்ணணுன்ற ஒரு ஐடியா இருக்குது. இப்போ ரீசெண்டாக ஐ காட் இன்ஸ்பயர்ட் வித் யஷ், ஆக்டர் யஷ். ஏன்னா கன்னட சினிமா இஸ் வெரி மோஸ்ட் அண்டர் ரேட்டட். ஸோ நம்ம பெருசாக ரெக்கக்னேஷன் இருக்காது, நிறைய பேர் அதை வந்து ட்ரோல்லாம் பண்ணுவாங்க. பட் அப்படி ஒரு இண்டஸ்ட்ரியிலேருந்து ஹீ மேட் அ கான்ஃபிடென்ட் இப்படி ஒரு படம் பண்ண முடியும், பேன் இண்டியா முழுக்க ரிலீஸ் பண்ணி அதுக்கு 100 crores மேலே பட்ஜெட் ரைஸ் பண்ணி he made it like definitely proven. ஸோ அந்த மாதிரி எனக்கு ரொம்ப நாளாக ஒரு கொஷின் இருக்குது. இப்போ ஒரு சைனீஸ் இண்டஸ்ட்ரி, ஒரு ஹாலிவுட் இண்டஸ்ட்ரி, இப்போ ஜாக்கி சான் ஹாலிவுட் வரைக்கும் போயிருக்காரு. இப்போது அதர் கண்ட்ரீஸ் நிறைய எடுத்துக்கிட்டாங்க கூட ஹாலிவுட் வரைக்கும் அந்த அந்த கான்டென்ட் இருக்குது. பட் நம்மளால் ஏன் வேர்ல்டு வைட் இப்போ இருக்குது சார், ரஜினி சார் படம் அந்த மாதிரி நம்மளோட லெஜெண்ட்ஸோட படமும் வேர்ல்டு வைட் ரிலீஸ் ஆகுது. பட் த்ரூ அவுட் த வேர்ல்டு இப்போ ஒரு அவெஞ்சர்ஸ் வந்து இங்கே ஓடுது, ஸ்பைடர்மேன் வந்து இங்கே ஓடுது, நம்ம லோக்கல் ஊர்லேயும் தமிழில் ஸ்பைடர்மேன் வந்து தமிழில் வெப் விட்டுட்டு பேசுகிறாரு, எல்லா மக்கள் பார்க்குறாங்க. கிராமத்தில் வந்து யாரும் இல்லைப்பா ஸ்பைடர்மேன் வந்து இந்த மாதிரி மிஷின்லாம் வச்சுட்டு வராரு எங்களுக்கு பார்க்க முடியலன்னா சொல்கிறது இல்லை. சாதாரண குழந்தைங்கலேருந்து எல்லோரும் ரசிக்கிறாங்க. ஸோ மார்க்கெட் பெருசாக தான் இருக்குது. ஒரு ஒரு ஃபாரினரையும் பார்த்து ரசிக்கிறோம் நம்ம. ஏன் அந்த மாதிரி வி ஷுட் நாட் டூ ஆர் ஃபிலிம்ஸ்? ஒரு இந்தியன் ஃபிலிமாக நம்ம வந்து ஏன் அது ஒரு படம் பண்ணி அதை வேர்ல்டு வைட் ரிலீஸ் பண்ணக்கூடாது? ஸோ அந்த மாதிரி ஒரு பொட்டென்ஷியலை உருவாக்கணும். இன்றைக்கி நம்ம பிரிஞ்சு இருக்கோம் ஒரு இண்டஸ்ட்ரியாக. இது எல்லாத்தையும் கனெக்ட் பண்ணும்போது எல்லா இண்டஸ்ட்ரியோடைய இதுவும் ஒரே இடத்துக்கு கியூமுலேட் ஆகும்போது வி கேன் ஆல்சோ சர்வைவ் இன் அ குளோபலி. இப்போ சைனாவில் ஏன் அவங்களால அதை பண்ண முடியுது அப்படின்னா அவங்க எல்லாமே
கண்ட்ரியாக பார்க்குறாங்க. ஸோ நம்ம ஸ்டேட்டாக பார்க்குறோம். ஸோ இதை நம்ம ஒன்றா சேர்க்கும் போது நம்மளும் கண்ட்ரியாக ஒரு விஷயத்தை ரெப்ரசென்ட் பண்ணும்போது நம்மளும் குளோபலாக தெரியும். അതിൽ ഒരു പാർട്ടാக இருக்கிற ഒരു സിനിമാക്കാരനാக இருக்கணும் എനിക്ക്. അങ്ങനെ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബ്രോയെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിഗിനറാണ്. അത്ര ഭയങ്കര വലിയ ഇതൊന്നും ഇതായിട്ടില്ല. എനിക്ക് ചെറുപ്പം എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് കയറി തണ്ണീർമത്തനെ കഴിഞ്ഞ ആ ഒരു ടൈമിൽ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ലെജൻസ് നമുക്ക് അവരുടെ ഒപ്പം ഒരു ഫ്രെയിമിങ്കിലും നിൽക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കടെ പഞ്ചാബിൻ്റെ ഭയങ്കര വലിയൊരു ഭാഗ്യമായിരുന്നു. ഞാൻ അതുപോലെ തന്നെ ധാരാളം ബാക്കിയുണ്ട് പുള്ളിയുടെ ഒപ്പം ഒരുപാടല്ല ഒരു സീൻ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഡ്രീമാണ്. അത് ചെറുപ്പം തൊട്ടുള്ള ചെറുപ്പം നല്ല ആ ഒരു ടൈം തൊട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നീട് എല്ലാവരെയും പോലെ തന്നെ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഏതെങ്കിലും നല്ലൊരു ക്യാരക്ടർ ഇപ്പോഴല്ല വളർന്നു വന്ന സമയത്ത് കുറച്ചുകൂടി മെച്ചറായിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഏതെങ്കിലും ഒരു അവാർഡ് ചെയ്യണമെന്നുണ്ട്. വൈശാഖനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അൾട്ടിമേറ്റ് ഗോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീറാം പറഞ്ഞ അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സിനിമകൾ ഒരു വേൾഡ് സ്റ്റേജിൽ എത്തിക്കുക, ഇഫ് പോസിബിൾ ഒരു ദിവസം ഒരു പടം എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അതിൽ സ്റ്റാർ ചെയ്യുക എന്നുള്ളതൊരു വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ ചെയ്യുന്ന കുറേ ഇൻസ്പിറേഷൻ, നേരത്തെ കപിൽ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറേ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണം ഒരു ദിവസം എന്നുള്ളൊരു സ്വപ്നമുണ്ട്. ബ്രോയുടെ എനിക്ക് രീതിയിലുള്ള പടം വേറെ അൾട്ടിമേറ്റ് ആയിട്ട് പരിപാടിയൊന്നുമില്ല. പടം ചെയ്യണം, അതാണ് അൾട്ടിമേറ്റ്. അപ്പം അത് കഴിഞ്ഞെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തോന്നുന്നു സിനിമ അതോടുകൂടി അതൊരു ഡ്രീം പ്രോജക്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഇത് വന്ന് ഞാൻ നമ്പില്ല. ഒരിക്കലും നമ്പാൻ പറ്റില്ല. കാരണം இந்த படம் ரிலீஸ் ஆனதுக்கு அப்புறம் டைரக்டர் என்ன പറയുதுன்னு நான் பார்க்கறேன். അല്ല, ഒരിക്കൽ ഒരു ഡയറക്ടറെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഈ ലോകത്തെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതിനേക്കാളും ഞെട്ടിക്കുന്ന അടുത്ത പടം ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാജിക്കാണ്. ഒരിക്കൽ ചെയ്ത് അത് റിലീസായി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സിനിമ ചെയ്യുമ്പോഴല്ലേ ഒരു ഇതാണ്ടാവും. മോർ ദാൻ സിനിമ റെക്കഗ്നേഷൻ, that recognition is நம்ம ஆடியன்ஸ் கிட்ட போய் அந்த சவுண்டை நீங்க கேட்டு பழகிட்டீங்க. தியேட்டர்ல ஒரு சவுண்ட் இதல்ல வந்து it's a phenomenal one. கோலிசோடா அப்பெல்லாம் வந்து இட்ஸ் லைக் தியேட்டர்ல அலறுவாங்க. அப்படியே ஏபிசி தியேட்டர்ஸ் போனால் அப்படியே சவுண்ட் அலறும். ஒரு ஃபைட் சீன் இதுக்கெல்லாம் அது நீங்கள் கண்ணை மூடிட்டு நீங்கள் கேட்டு நீங்கள் அங்கே நீங்கள் தான் ஸ்க்ரீனில் இருக்கீங்க, உங்களுக்காக தான் பீப்புள் கத்துறாங்கன்றது உங்களுக்கு கேட்டுருச்சு அப்படின்னா அந்த ரெக்கக்னேஷன் வந்து ஒரு பெரிய உண்மையிலே இட்ஸ் ட்ரக் தான். ஸோ அதுக்காக தான் நீங்கள் பார்க்குற எல்லா சினி பீப்புளும் எனக்கு எல்லாருமே ஓடுறது வந்து அதை நோக்கி தான். ഒരിക്കലും നിർത്താതെ ഓടാനായിട്ടൊരു ഇത് വളരെ സുഖം കിട്ടുന്ന ഒരു ഇതല്ലേ. ஸோ அது அனுபவிச்சுட்டு சார் வந்துட்டு இது கிரிட்டிசைஸ்னு சொல்றதுலாம் இது நம்ம நான் இதெல்லாம் சரி இங்க பாருங்க மக்களே, நான் எல்லாம் ஒத்துக்கிறதா അടുത്തൊരു പടം ചെയ്യാം. குட்டின்னு வேணா ஒரு மூவி செய்யும், எக்ஸிட்னு பண்ண மாதிரி குட்டின்னு ஒரு மூவி செய்யும், குட்டெல்லாம் செய்யாது. ഈ സിനിമയിൽ നമ്മുടെ ആൺകഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഫീമെയിൽസ് ആരും ഇല്ല? വുമൻസ് ആക്ച്വലി ഫസ്റ്റ് ഞങ്ങൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ വുമൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ സിനിമ അതിനൊരു പ്രൊഡക്ഷൻ അതിനൊരു ഇത് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലേഡി ഇല്ലാത്തൊരു ഫിലിം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു റോൾ കൊടുത്തിട്ടുണ്ട്. റെനീഷ എന്ന് പറയുന്ന മറ്റേ ബിഗ് ബോസിലെ സെക്കൻഡ് ആണ്. അപ്പൊ അവരൊരു കീ റോൾ തന്നെ. പക്ഷെ ഞാൻ ഹീറോയിനായിട്ടോ ഫസ്റ്റ് ആണ് ഒരു ഹീറോയിനായിട്ട് ഇവർക്കൊന്നും ലവ് സ്റ്റോറി കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് നടക്കാറില്ല. അപ്പൊ ഇവർക്ക് ഇതുപോലെ എനിക്ക് കുറെ സജഷൻസ് വന്നത് ഇവരുടെ ക്യാരക്ടറിൽ തന്നെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇടും. ഇവരുടെ ആക്ടിവിറ്റി ബഹളം രണ്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ലേഡി അവിടെ ലീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ റനീഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ട്രഗിളും സർവൈവും മൊത്തം നടന്നു വരുന്നത് അവരുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വന്നാലും അതിനൊരു ഇമ്പോർട്ടൻസ് ഗംഭീര പെർഫോമൻസും കൂടെയാണ്. ഗംഭീര പെർഫോമൻസ്. രണ്ട് സീക്വൻസ് ചെയ്യുക അങ്ങനത്തെ ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ആണ്. ബട്ട് സ്റ്റിൽ അവരൊരു ഗംഭീര പെർഫോമൻസ് തന്നെ അവർ തന്നു.
ചെറിയ റോളാണെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള, அதாவது மொத்த சாப்பாட்டுக்கு உப்பு மாதிரி சால்ட் மாதிரி. സോൾട്ട് ഇല്ലാതെ ഒരു ഇതില്ലല്ലോ അല്ലേ? എന്തുകൊണ്ട് നോട്ടൊക്കെ കിട്ടുന്നല്ലേ? താങ്ക് യു ഡയറക്ടർ. നെക്സ്റ്റ് മൂവി ഡയലോഗ് റൈറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നെ കൂടെ അല്ലേ? തമിഴിൽ ഞാൻ ഇവിടെ നല്ല പഞ്ച് ഡയലോഗ്. അപ്പം എന്തായാലും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ഇനി തിയേറ്ററുകളിൽ എത്താൻ പോവാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി, ഫിസിക്കലായാലും ശരി മെൻ്റലായാലും ശരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇപ്പോൾ നമ്മളൊരു പുതിയതായിട്ടൊരു ഫിലിം ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഒരു എക്സ്പെരിമെന്റ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിച്ചിട്ടോ അത് നമുക്ക് പൈസ നിങ്ങളൊരു 150-200 കൊടുക്കുന്നുള്ളൂ ഓക്കെയാണ്. ബട്ട് നിങ്ങൾ തരുന്ന ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു. കാരണം ടൈം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് നിങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ലാഗ് അടുപ്പിക്കുകയോ എൻഗേജ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക. നിങ്ങളുടെ സോളിൽ നിന്ന് നിങ്ങൾ ഈ പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിങ്ങൾ തിയേറ്ററിൽ ഇരുത്തുമ്പോൾ അതായത് എന്തായാലും ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ ഇവരുടെ പെർഫോമൻസ് കാണാൻ എന്തായാലും എനിക്ക് ഉറപ്പാണ്. തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ആദ്യം സംസാരിക്കാൻ പോകുന്ന ഓഡിയൻസ്, അത് ഐ എം ഷുവർ ഉറപ്പാണ്. ഇവരുടെ പെർഫോമൻസ് അത് നമ്മളൊരു സിനിമ പുതിയതായിട്ട് ചെയ്യുന്നു, നമ്മളെ കുറിച്ച് ടോക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ തോന്നുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടി വന്നതിന് ഞെട്ടിച്ചിട്ടുണ്ട്. എന്തായാലും വിഷയത്തിനും ഇവർക്കും വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വേണ്ടിയിട്ടും എന്തായാലും പടം കാണാൻ എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല അല്ലേ? ഷാവറോ എന്താണ് ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു ചിത്രമാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു ബ്രേക്ക് ത്രൂ തരുന്നൊരു കഥാപാത്രം വന്നിരിക്കുകയാണ്. അല്ല, ഡെഫിനറ്റ്ലി പടം ഒരു ഷോക്കിംഗ് ഫിലിം ആയിരിക്കും. ഈ ക്യാരക്ടറെ പോലെ തന്നെ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര പോളറൈസിങ് ആയിട്ടുള്ളൊരു ഫിലിം ആയിരിക്കും. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു എക്സ്പീരിയൻസ് ചെയ്തിറങ്ങുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും. ശ്രീറാം വളരെ നല്ലൊരു അലിഗറി, ഒരു മെറ്റഫോർ നേരത്തെ പറഞ്ഞ ഒരു റോളർ കോസ്റ്ററിൽ കയറി ഇറങ്ങണമെങ്കിൽ മിനിമം എത്രയും ഹൈറ്റ് വേണ്ടി വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പടം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ചിലപ്പോൾ ദഹിച്ചെന്ന് വരില്ല, എന്നാൽ ഇറ്റ് ഈസ് എ വെരി 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 ഹാർട്ട് ഫെൽറ്റ് ഫിലിം. ഞങ്ങളെല്ലാവരും അത്രയും പാഷനറ്റ് ആയിട്ട് ചെയ്തൊരു പടമാണ്. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു പടവും ആയിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വാസമൊക്കെ. സോ കാണുക, ആൻഡ് എല്ലാവരും നിങ്ങളുടെ റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ അറിയിപ്പിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ആൻഡ് വെരി എക്സൈറ്റഡ്. തീർച്ചയായും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ. ഒരുപാട് സിനിമകൾ ഇനിയും ഞങ്ങൾക്ക് കാണാതെ, ഇനി നമുക്ക് ഇൻ്റർവ്യൂസിന് ഇനി ഇരിക്കാൻ പറ്റട്ടെ. ഒരുപാട് സിനിമകൾ ഇനി കാണട്ടെ. നിങ്ങളെല്ലാം ഡ്രീം അച്ചീവ് ചെയ്യട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുക്കുന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.